നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിൽ റെസിഡന്റ് ഡോക്ടർമാർ നടത്തുന്ന 6 ദിവസത്തെ സമരം നാളെ മുതൽ ആരംഭിക്കും. സമരം മൂലം രോഗികൾക്ക് ചികിത്സ തേടുന്നത് വൈകിക്കരുതെന്ന് NHS ഇംഗ്ലണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സമരം രോഗി സേവനത്തെ ബാധിക്കാമെങ്കിലും രാജ്യത്തുടനീളം ആശുപത്രി സംഘങ്ങൾ സേവനങ്ങൾ തുടരുവാൻ പരമാവധി ശ്രമിക്കുമെന്ന് NHS അറിയിച്ചു. രോഗികൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച അപ്പോയിന്റ്മെന്റുകൾ സാധാരണ പോലെ തുടരുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാറ്റമുണ്ടായാൽ മാത്രമേ അറിയിക്കുകയുള്ളൂ. ജീവൻ അപകടത്തിലായ സാഹചര്യങ്ങളിൽ 999 വിളിക്കുകയോ എമർജൻസി വിഭാഗമായ A&E സന്ദർശിക്കുകയോ വേണമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം സമരം അവസാനിപ്പിക്കുവാൻ ഡോക്ടർമാർ തയ്യാറാണ്. എന്നാൽ അംഗീകരിക്കാവുന്ന സ്ഥിരമായ ഒരു നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെക്കണമെന്നാണ് BMA അറിയിക്കുന്നത്. എന്നാൽ ഈ സമരം നിരാശാജനകം ആണെന്നാണ് ആരോഗ്യ സെക്രട്ടറി പ്രതികരിക്കുന്നത്. ഇതോടെ സർക്കാർ ഡോക്ടർമാർ തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതോടെ UKയിൽ വിവിധ ആനുകൂല്യങ്ങളും സ്റ്റേറ്റ് പെൻഷനും വർദ്ധിപ്പിച്ചു. പ്രത്യേകിച്ച് യൂണിവേഴ്സൽ ക്രെഡിറ്റിൽ കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന സഹായത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. 9 വർഷമായി പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന 2 കുട്ടികൾക്ക് മാത്രമുള്ള ബെനിഫിറ്റ് പരിധി സർക്കാർ ഒഴിവാക്കി. ഇതോടെ 3 അല്ലെങ്കിൽ അതിലധികം കുട്ടികളുള്ള ഏകദേശം 4.8 ലക്ഷം കുടുംബങ്ങൾക്ക് വർഷത്തിൽ ശരാശരി £4100 അധികമായി ലഭിക്കും. ഈ മാറ്റം വലിയ ആശ്വാസമെന്ന് ചില കുടുംബങ്ങൾ വിശേഷിപ്പിച്ചെങ്കിലും സേവന സംഘടനകൾ ഈ നീക്കത്തെ ഗെയിം ചേഞ്ചറായി വിലയിരുത്തി. എന്നാൽ ഈ തുക മറ്റ് മേഖലകളിൽ ചെലവഴിക്കാം എന്നായിരുന്നു ചില വിമർശകർ അഭിപ്രായപ്പെടുന്നത്. മെയ് മുതൽ യൂണിവേഴ്സൽ ക്രെഡിറ്റിലെ ചൈൽഡ് എലമെന്റ് സ്വമേധയാ വർദ്ധിക്കും. അർഹരായവർക്ക് ഇതിനായി പ്രത്യേകമായി അപേക്ഷിക്കേണ്ടതില്ല. ഇതിനൊപ്പം യൂണിവേഴ്സൽ ക്രെഡിറ്റിന്റെ അടിസ്ഥാന അലവൻസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 30 ലക്ഷം കുടുംബങ്ങൾക്ക് വർഷത്തിൽ ശരാശരി £120 അധികമായി ലഭിക്കും. അതേസമയം ജോലി ചെയ്യുവാൻ കഴിയാത്തവർക്കുള്ള ഹെൽത്ത് എലമെന്റ് പകുതിയായി കുറയ്ക്കും. നിലവിലെ 28 ലക്ഷം പേർക്ക് ഇത് ബാധകമല്ല. പുതിയ അപേക്ഷകരെയാണ് ഈ കുറവ് ബാധിക്കുക. ഇങ്ങനെ പുതിയ സാമ്പത്തിക വർഷത്തിൽ വന്ന മാറ്റങ്ങൾ ചില കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുമ്പോഴും ചില മേഖലകളിൽ ആശങ്കകളും ഉയർത്തുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ വയർലെസ് മ്യൂസിക് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് വിവാദം ശക്തമാകുന്നതിനിടെ പ്രധാന സ്പോൺസറായ പെപ്സി പിന്തുണ പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. ഈ വേനൽക്കാലത്ത് നടക്കുന്ന ഫെസ്റ്റിവലിൽ അമേരിക്കൻ റാപ്പർ കെന്യ വെസ്റ്റ് ഹെഡ്ലൈനറാകുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. സമീപകാലത്ത് യഹൂദ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതിനാൽ വ്യാപക വിമർശനം നേരിട്ടിരുന്ന കെന്യ വെസ്റ്റ് ഈ വർഷം ജനുവരിയിൽ അതിന് മാപ്പ് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തെ ഫെസ്റ്റിവലിൽ മുഖ്യാതിഥിയാക്കിയത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്നും യഹൂദ വിരുദ്ധത ഏത് രൂപത്തിലായാലും അംഗീകരിക്കാനാകാത്തതാണെന്നും അത് ശക്തമായി നേരിടുമെന്നും പ്രധാനമന്ത്രി KR സ്റ്റാർമർ പ്രതികരിച്ചിരുന്നു. അതേസമയം പ്രമുഖ പാനീയ കമ്പനിയായ ഡിയാഗയും ഫെസ്റ്റിവലിൽ നിന്ന് പിന്തുണ പിൻവലിച്ചു. അവരുടെ പ്രധാന ബ്രാൻഡുകളായ ജോണി വോക്കർ, ക്യാപ്റ്റൻ മോർഗൻ എന്നിവ ഫെസ്റ്റിവലിന്റെ പങ്കാളികളായിരുന്നു. രാഷ്ട്രീയ രംഗത്ത് നിന്നും ഈ വിഷയത്തിൽ കടുത്ത പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതോടെ സംഗീതോത്സവത്തെയും പങ്കാളികളെയും ചുറ്റിപ്പറ്റി വലിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾ ഉയരുകയാണ്. ഇംഗ്ലണ്ടിൽ ബ്ലൂ ബാഡ്ജ് പാർക്കിംഗ് പെർമിറ്റുകളുടെ ദുരുപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോക്കൽ കൌൺസിലുകൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് DAA ആവശ്യപ്പെട്ടു. വൈകല്യമുള്ളവർക്കും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും സൌകര്യപ്രദമായി പാർക്കിംഗ് ലഭിക്കാൻ സഹായിക്കുന്ന ബ്ലൂ ബാഡ്ജ് പദ്ധതി ഇപ്പോൾ ഏകദേശം ഓരോ 15 ആളുകളിൽ ഒരാൾക്ക് ലഭ്യമായിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാർച്ച് 31 വരെ ഇംഗ്ലണ്ടിൽ 30.7 ലക്ഷം ബ്ലൂ ബാഡ്ജുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പെർമിറ്റുകളുടെ ദുരുപയോഗം വലിയ പ്രശ്നമായി മാറുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വ്യാജ ബാഡ്ജുകൾ ഉപയോഗിക്കുന്നത്, മറ്റൊരാളുടെ ബാഡ്ജ് ഉപയോഗിക്കുന്നത്, മരിച്ചവരുടെ ബാഡ്ജുകൾ ഉപയോഗിക്കുന്നത്, മോഷണം, പുനർവിൽപ്പന തുടങ്ങിയ ഉൾപ്പെടുന്ന തട്ടിപ്പുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ലണ്ടനിൽ ബ്ലൂ ബാഡ്ജ് ഉള്ളവർക്ക് ദിവസേന £18 കോൺജക്ഷൻ ചാർജ് ഒഴിവാക്കപ്പെടും. കൂടാതെ പല സ്ഥലങ്ങളിലും പെയ്ഡ് ആൻഡ് ഡിസ്പ്ലേ പാർക്കിംഗ് സൌജന്യമായി ഉപയോഗിക്കുവാനും മഞ്ഞ രേഖകളിൽ 3 മണിക്കൂർ വരെ പാർക്ക് ചെയ്യുവാനും അനുവാദമുണ്ട്. 2019 ഈ പദ്ധതിയുടെ അർഹത മാനദണ്ഡം വിപുലീകരിച്ച് പാർക്കിൻസൺസ്, ഡിമെൻഷ്യ പോലെയുള്ള കാണാനാകാത്ത രോഗങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. 2024-25 കാലയളവിൽ നൽകിയ ബാഡ്ജുകളിൽ 40% കൂടുതൽ പരിശോധനകൾ ഇല്ലാതെയാണ് അനുവദിച്ചതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ദുരുപയോഗത്തിനെതിരെ വിവിധ കൌൺസിലുകൾ നടപടി സ്വീകരിച്ചു വരികയാണ്. ബെഡ്ഫോർഡ്ഷെയറിലെ ഫെൽവിക് പ്രദേശത്ത് വെള്ളിയാഴ്ച രാത്രി നടന്ന വാഹനാപകടത്തിൽ 13-കാരനായ നോവ കോംപെൽ മരണപ്പെട്ടു. കാർ, സൈക്കിൾ, സ്കൂട്ടർ എന്നിവ തമ്മിലുണ്ടായ അപകടത്തിൽ നോവയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് ചികിത്സയിലായിരുന്ന നോവ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. അപകടത്തിൽ ഗുരുതര പരിക്കുകളോടെ മറ്റ് 2 കൌമാരക്കാർ ഇപ്പോഴും ചികിത്സയിൽ ആണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 24-കാരനും 24-കാരിയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപകടകരമായ രീതിയിലുള്ള ഡ്രൈവിംഗ്,
മദ്യം, മയക്കുമരുന്ന് ഉപയോഗിച്ച് വാഹനം ഓടിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇരുവരെയും ലോട്ടൺ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഹാജരാക്കും. വേൾഡ് മലയാളി ഫെഡറേഷൻ യൂറോപ്പ് റീജിയൻ കൌൺസിലിന്റെ ജനറൽ ബോഡി ഓൺലൈനായി ചേർന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 76 പേരോളം പങ്കെടുത്ത ജനറൽ ബോഡി യോഗത്തിൽ നിന്ന് ഐക്യകണ്ഠേന പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വിവിധ രാജ്യങ്ങളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച 28 അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് സംഘടനയുടെ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും പുതിയ ഉണർവും ദിശയും ഇനി നൽകുക. അയർലൻഡിൽ നിന്നുള്ള ഷൈജു തോമസ് ആണ് പ്രസിഡന്റ്. പോളണ്ടിൽ നിന്നുള്ള അജി എഡ്വേർഡ് സെക്രട്ടറി, കോർഡിനേറ്റർ ആനി അൽഫോൺസ്, ട്രഷറർ റെജി മേലടകത്ത്, ബിജു മാത്യു, വൊറോണിക്ക എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. ജോയിന്റ് സെക്രട്ടറിമാരായി ഘോഷ്, ലിസ ജോയ്സ് എന്നിവരെയും ജോയിന്റ് ട്രഷററായി രാജേഷ് സുധാകരൻ നായരെയും തെരഞ്ഞെടുത്തു. ഇവരുടെ നേതൃത്വത്തിൽ WMF യൂറോപ്പ് റീജിയൻ കൌൺസിലിന്റെ സാമൂഹിക സാംസ്കാരിക സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുമെന്ന് അംഗങ്ങൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. യുകെയിൽ കയാക്കിനിടെ പുഴയിൽ വീണ മലയാളി മരിച്ചു. കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് കാരക്കുഴിയിലെ കീർത്തി രാജഗോപാലാണ് മരണപ്പെട്ടത്. 25 വയസ്സായിരുന്നു. കയാക്കിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പുഴയിൽ വീണെന്നാണ് വിവരം. ഉടൻ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കുവാനായി കഴിഞ്ഞില്ല. യുകെയിൽ ആരോഗ്യരംഗത്താണ് കീർത്തി ജോലി ചെയ്തിരുന്നത്. റിട്ടയർഡ് സൈനിക രാജഗോപാലിന്റെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉദ്യോഗസ്ഥയായ റീനയുടെയും മകളാണ്. വിനായക് സഹോദരനാണ്. മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഇറാനുമായുള്ള സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയ എയർ ഇന്ത്യ മറ്റ് വിമാന കമ്പനികളും സർവീസുകൾ റദ്ദാക്കിയതിന് പിന്നാലെയാണ് എയർ ഇന്ത്യയും സർവീസുകൾ നിർത്തലാക്കിയത്. മെയ് 31 വരെയാണ് വിമാനങ്ങൾ നിർത്തലാക്കിയത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ സൂപ്പർമാർക്കറ്റിന്റെ ഗോഡൌണിൽ BJPയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റ് തയ്യാറാക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ കേസെടുത്തു. സംഭവത്തിൽ ജനാധിപത്യ നിയമപ്രകാരം അന്വേഷണം വേണമോ എന്നത് കോടതി തീരുമാനിക്കും. ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടിന്മേൽ കോടതി ഇന്ന് വാദം കേൾക്കും. സമരത്തിനിടെ എതിരാളികൾ അടുത്തുവന്നാൽ സ്വന്തം ബ്ലൌസ് വലിച്ചു കീറാൻ കഞ്ഞിക്കുഴി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോട് നിർദ്ദേശിച്ചെന്ന് പ്രസംഗിച്ച ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിനെതിരെ പരാതി നൽകി CPIM വനിതാ നേതാവ്. വ്യക്തി അധിക്ഷേപം നടത്തിയെന്നും സ്ത്രീത്വത്തെ അഭിമാനിച്ചെന്നും കാട്ടിയാണ് DC ജോസഫ് DYSPക്ക് പരാതി നൽകിയത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.